ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിൻ്റെ റെസിപ്പിയാണ്. ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഒരാളെ കുക്കറിൻ്റെ ഫിസിൽ പോലെ കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയും കുറഞ്ഞിരിക്കും. പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുക്കർ അടുപ്പിൽ വെക്കുന്നതിന് മുന്നേ ഒരു 3 ഉള്ളി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്, ഒരു തക്കാളി മുറിച്ചിട്ട്, 2 ഉരുളക്കിഴങ്ങും കൂടെ മുറിച്ചിട്ട് കൊടുത്തു, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, കുറച്ച് ഞാൻ അരച്ച മുളകാണ് ഇട്ട് കൊടുക്കുന്നത്. ആ മുളകും കൂടെ ഇട്ട് കൊടുക്കാം. പൊടിയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല, അങ്ങനെ ഇട്ട് കൊടുക്കാം. എൻ്റെ അരച്ച മുളക് ഉണ്ട്, അതുകൊണ്ട് ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. അങ്ങനെ അത് ഇട്ട് കൊടുക്കാം. 3 ഏലക്ക ഇട്ട് കൊടുക്കാം. പിന്നെ അതിൽ കുറച്ച് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 3 ടേബിൾ സ്പൂണോളം ഓയിൽ, പിന്നെ എന്നിട്ട് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ടായ ചിക്കനും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടായിട്ട്, പിന്നെ ആവശ്യത്തിനുള്ള മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. അത് ഞാൻ മറ്റേൻ്റെ ഒക്കെ ഇട്ട് കൊടുക്കാൻ വിട്ടു പോയിട്ടുണ്ടായിന്. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് പെരിഞ്ജീരകപ്പൊടി ഉണ്ടെങ്കിൽ 1 സ്പൂൺ ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ പെരിഞ്ജീരകപ്പൊടി ഇല്ലാത്തതുകൊണ്ട് 1 സ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുത്ത് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കൈ വെച്ചിട്ട് മിക്സ് ആക്കിയിട്ട്, ഇനി ഇതിൽ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല, മിക്സ് ആക്കിയിട്ട് നേരെ ഇത് പാകപ്പെടുത്തിയതിന് ശേഷം നേരെ ഇത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് 2 ഫിസിൽ മതി. ഫിസിൽ എന്നിട്ട് വന്നതിന് ശേഷം ഓഫാക്കി വെച്ചോ, ബാക്കിയുള്ള ഫിസിലുണ്ടെങ്കിൽ കളഞ്ഞാൽ മതി. എന്നിട്ട് ആവി പോയതിന് ശേഷം കുക്കർ തുറക്കുക. കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ട് അടച്ച് വെച്ചിട്ട് ഒരു 2 വിസിലിന് ശേഷം ഞാനിതാ കുക്കർ ഒന്ന് തുറന്ന് നോക്കിയിട്ടാകുമ്പോൾ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഭയങ്കര തിക്കായിട്ടുള്ളതല്ല, ഭയങ്കര ലൂസും അല്ല, ആവശ്യത്തിനുള്ളതാണ്. ഉരുളക്കിഴങ്ങ് കൂടെ ഇട്ടുകൊണ്ട് നല്ലൊരു ടേസ്റ്റുള്ള കറിയായിട്ട് തോന്നി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.